കോൺഗ്രസിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. എന്നാൽ BJPയിൽ ഒരു കസേര കിട്ടിയതുമില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ. പത്മജയെ കുറിച്ച് തന്നെ. BJP തനിക്ക് എന്തോ വലുത് പുഴുങ്ങി വെച്ചെന്ന് കരുതി BJPയിലേക്ക് പോയിട്ട് അവസാനം പേരിന് പോലും ഒരു സ്ഥാനം കിട്ടാതെ ഒരു അനാഥപ്രേതത്തിനെ പോലെ കിടക്കുന്നവരാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. പുതിയ അധ്യക്ഷനേക്ക് വന്നതോടെ നിയമസഭയിൽ BJP മലമറിക്കുമെന്ന് പത്മജ പറയുമ്പോഴും അവരെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി. ന്യൂനപക്ഷങ്ങളെ BJP ഒന്നിച്ചു നിർത്തുകയാണെന്ന നട്ടാക്കുരുക്കാത്ത നുണ കൂടി വിളമ്പുകയാണ്. കോൺഗ്രസിൽ തമ്മിത്തല്ലാണെന്നും അത് തീരട്ടെ എന്നൊക്കെയാണ് പത്മജ പറയുന്നത്. കൂടാതെ സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കിയത് സാമുദായിക വോട്ടിന് വേണ്ടി മാത്രമാണെന്നും കഴിവുള്ളവരെ കൊണ്ടുവരണമെന്നൊക്കെയാണ് പത്മജയുടെ വാക്കുകൾ. കൂടാതെ സഹോദരൻ പാർട്ടിയിൽ അവഗണിക്കപ്പെടുകയാണെന്നും ഞാൻ വർക്ക് അറ്റ് ഹോം ആണെന്ന് സ്വന്തം സഹോദരൻ തന്നെ പറഞ്ഞപ്പോൾ കരഞ്ഞു പോയി എന്നും പത്മജ പറയുന്നുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. സംസ്ഥാനത്ത് പുതിയ BJP നേതൃത്വം വന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കുറച്ച് മാസങ്ങൾക്കപ്പുറം ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. എന്തൊക്കെയാണ് BJPയുടെ പ്രതീക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട്? BJP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം മുന്നിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ നമ്മൾ എത്രയോ നല്ലോണം മുന്നിൽ 12 ഇതിൽ വന്നു, പിന്നെ രണ്ടാം സ്ഥാനത്ത് വന്നു. അപ്പോൾ അങ്ങനെ ഇനി ഓരോ ദിവസം കഴിയുന്തോറും കൂടുകയാണ് ആൾക്കാർ. അതായത് പണ്ട് കോൺഗ്രസ് മതേതരത്വം എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത്, അത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു അടവ് മാത്രമാണ് ഈ BJPയും ന്യൂനപക്ഷങ്ങളിൽ നമ്മൾ തല്ലുപിടിക്കുന്നത്. കോൺഗ്രസ് അത് പണ്ടേയുള്ള ഇതാണ്, കാരണം അവരുടെ വോട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്ന് പല വിഭാഗം വിട്ടുപോരുമ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട്. അവരുടെ വോട്ടുകൾ കുറയുന്നത് മുഴുവൻ കിട്ടുന്നത് BJPക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഇതാണ് അവരിപ്പോൾ കാണിക്കുന്നത്. പിന്നെ അവരിനിപ്പോൾ എന്ത് ന്യൂനപക്ഷ പ്രീണനം എന്ത് നടത്തിയാലും അവരുടെ തമ്മിൽ തടി ആദ്യം തീരട്ടെ. കോൺഗ്രസിൻ്റെ ഉള്ളിൽ അവർ ഏത് നേരവും തമ്മിലടിയും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇപ്പം തന്നെ തൃശ്ശൂർ ഞങ്ങളുടെ പല ഈ പാൽ സഹകരണ മേഖലയിലൊക്കെ ഇലക്ഷൻ നടന്നിട്ട് ഒന്നാകെ കിട്ടിയത്, അതും ചെറിയ വോട്ടിന് കോൺഗ്രസ്. മറ്റൊക്കെ കോൺഗ്രസ് കഴിയണം ജയിച്ചിരുന്നത്. തമ്മിലടി, ഒരാളെ നിർത്തിയാൽ മറ്റയാൾ തോൽപ്പിക്കും. ആ രീതിയിൽ പോയാൽ ഇവരെങ്ങനെയാണോ ഈ 100 സീറ്റ് കിട്ടുന്നൊക്കെ പറയുന്നത് ഞാൻ എത്ര തപ്പി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവണില്ല. കാരണം ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് രാഷ്ട്രീയം കണ്ട് വളരുന്നതായതുകൊണ്ട് എൻ്റെ പിതാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കണക്കുകൂട്ടലുണ്ട്, ഇത്ര സീറ്റ്. അപ്പം ഞാനും ഇത് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇതൊക്കെ കുറേ ഉണ്ടാവും. എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു 40 മേലെയൊന്നും ഇവർ കയറി പോകുന്നു. എനിക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു ഇനി ഇതാക്കിയത്. എന്നിട്ട് പോലും ഒരു 40 സീറ്റൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ഇവരെവിടെയാണ് കൊണ്ട് ഈ 100 സീറ്റ് ഒപ്പിക്കാൻ പോണേന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ പറയണ കേട്ടു, ഇവരൊക്കെ പണ്ട് രാഹുൽ ഗാന്ധിനെ കൊണ്ട് നിർത്തിയപ്പോൾ എല്ലാ സീറ്റിലും അതിൻ്റെ ഗുണം കിട്ടി. അത് പാർലമെൻറ്റിലാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധി വന്നില്ലായിരുന്നെങ്കിലും പാർലമെൻറ്റിൽ എപ്പോഴും UDFന് ഗുണം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ 140 സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പ്രിയങ്കനെ കൊണ്ട് നിർത്തിയിട്ട് പ്രിയങ്ക മുഖ്യമന്ത്രിയാവുന്നൊരു തോന്നൽ വരുത്തുക. അത് പ്രിയങ്ക അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു തോന്നലാണ് ഈ 100 സീറ്റ്. അത് മാത്രമേ ഒരു വഴി ഇപ്പം ഞാൻ കാണുന്നുള്ളൂ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. അല്ലാണ്ട് എങ്ങനെ നോക്കിയിട്ടും ഇവർ തിരിച്ചു വരുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഒരു സാധ്യത എങ്ങനെയാണ്? ഏത് നിലയിലുള്ളൊരു പ്രവർത്തനമാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? BJP വളരെ ചിട്ടയായിട്ടുള്ള, അതായത് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നേ പിന്നെ എല്ലാ ബൂത്ത് മണ്ഡലം തലത്തിലും അതിൻ്റെ ഇപ്പോൾ നോക്കുന്നത് കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഓരോ ബൂത്തിലും 5 ആൾക്കാരൊക്കെ വെച്ച് അവരങ്ങനെ ചിട്ടയായിട്ടുള്ള, ഇപ്പോൾ ഈ യാത്ര ഉണ്ടായല്ലോ അദ്ദേഹത്തിൻ്റെ വികസനം, അദ്ദേഹം അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കോർ കമ്മിറ്റി വിളിച്ച് അതിലെല്ലാം ഡിസ്കസ് ചെയ്ത് ഒരു ജൂൺ ജൂലൈ വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് BJPക്ക്. അപ്പോൾ ഒരു ചിട്ടയായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഗുണം എന്തായാലും തദ്ദേശ സ്വയംഭരണ ഇതിൽ ഇലക്ഷനിൽ കാണും നമുക്ക്. ഇപ്പോൾ കോൺഗ്രസിന് പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ്. സണ്ണി ജോസഫാണ് പുതിയ KPCC പ്രസിഡന്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിരവധി പേരുകൾ കേട്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിൻ്റെ ഈ ഒരു KPCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ കാര്യം, സുധാകരനെ പോലെ ഒരാളെ ഇപ്പം മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തരകാര്യമാണ്. പക്ഷെ ഇത്രയും കാലം കോൺഗ്രസ് നിന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഉള്ളുകളിലും അറിയാം എന്നുള്ളൊരു സ്ഥിതിക്ക് ഞാൻ പറയണം, ഈ ഒരു അവസാന സമയത്ത് കൊണ്ട് സുധാകരനെ മാറ്റിയത് കോൺഗ്രസിന് ഭയങ്കര ക്ഷീണം ചെയ്യും.
കാരണം അദ്ദേഹം നല്ല തലയെടുപ്പുള്ള ഒരു നേതാവാണ്. പിന്നെ കേട്ട പേരുകളെല്ലാം കെ മുരളീധരനെ പോലെയുള്ളവരുടെ പേര് കേട്ടു. അദ്ദേഹം നല്ല ശക്തനായിട്ടുള്ള KPC പ്രസിഡന്റാണ് ആയിരുന്നെങ്കിൽ. കാരണം അദ്ദേഹം വരണമെന്ന് കേട്ടപ്പോൾ പഴയ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോഴും എന്നോട് സംസാരിക്കാറും ഇതൊക്കെ ഉണ്ട്. അവരൊരിക്കലും എന്നെ ഒരു ദേഷ്യത്തിൽ, അവർക്കറിയാം ഞാൻ അത്രയും സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടാണ് ഇതെന്ന് പോയത്, എന്നെ അവമാനിച്ച് അയച്ചതെന്നറിയാം. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു കെ മുരളീധരൻ വരും എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ ഇപ്പം എന്താ പറയുക, വളരെ ഡൗണായി. ചിലവർ പറയണത് ഇനി ഞങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിക്കണില്ല. കെ മുരളീധരനെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ളതാണോ? അദ്ദേഹം ഇപ്പം അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കില്ല, കാരണം അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതി, കെ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് ഇപ്പം കേൾക്കാനില്ല. പണ്ട് എപ്പോഴും TV-യിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. എനിക്ക് തോന്നുന്ന ആൾക്കും മനസ്സുകൊണ്ടൊരു മടുപ്പുണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ സഹോദരൻ്റെ ശരീരഭാഷ കാണുമ്പോൾ അറിയാലോ എന്താന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനെ ആക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഒരു ഉണർവുണ്ടാവുമായിരുന്നു. അതും ഈ ഒരു ഇലക്ഷനൊക്കെ നടക്കുന്ന അവസാന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര കൺഫ്യൂഷൻ ആക്കിയവർ. അത് ഈ അടി മുഴുവൻ കാണുന്നത് TV-യിലല്ലേ, ജനങ്ങൾ കാണുകയല്ലേ. ഈ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള KPCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഈ സണ്ണി ജോസഫിന്റെ തിരഞ്ഞെടുപ്പിനെ ആ നിലയിൽ തന്നെ കാണേണ്ടതുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അവർ ക്രിസ്ത്യൻ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തത്. എന്നിട്ട് മതേതരത്വം എന്ന് പറയുകയും ചെയ്യും. ഞങ്ങൾ ഏത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ലെങ്കിൽ കഴിവ് നോക്കി കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏത് ജാതി മതമായാലും കഴിവുള്ളവരാണ് ഈ സ്ഥാനത്ത് വരേണ്ടത്. അല്ലാണ്ട് ഒരു ജാതി കൊണ്ട് മാത്രം വരാൻ പറ്റും. പക്ഷെ സണ്ണി ജോസഫിനെ പറ്റിയിട്ട് എനിക്ക് അഭിപ്രായമില്ല, എതിരഭിപ്രായമില്ല. കാരണം അദ്ദേഹം ഒരു എന്താ പറയണ്ട, ഒരു സോഫ്റ്റ് നേച്ചറായിട്ടുള്ള ഒരാളാണ്. പിന്നെ പലർക്കും അദ്ദേഹത്തെ അറിയില്ല. മലബാർ ഭാഗത്തൊക്കെ അറിയാമെന്നല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി അറിയില്ല. ഈ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ അവഗണിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം മുൻപ് നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ നമുക്കറിയാം MP ആയി വിജയിച്ചിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തോട് തൃശ്ശൂർ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെ അദ്ദേഹം തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തോട് പാർട്ടി സ്വീകരിക്കുന്നൊരു നയം, അത് ഏത് നിലയിലാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അവർ ഒരുക്കിയ ചതിയിൽ മുരളിയിടം പോയി വീണു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നു, ചോദിച്ചു നോക്കും, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും തൃശ്ശൂർക്ക് വരരുത്, ഇവിടെ ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരൊക്കെയാന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുത്തു, ആരൊക്കെയാണ്. അപ്പം എൻ്റെ അടുത്തില്ല, ഞാനൊരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞ ആള് പിന്നെ നേതൃത്വം അവിടുന്ന് നിർബന്ധിച്ചു എന്നൊക്കെയാണ്. അപ്പം നേതൃത്വത്തിന് മുരളിയേട്ടനെ ഒഴിവാക്കണം, ഇതൊക്കെ ഉണ്ടാവുന്ന നേതൃത്വത്തിന് അറിയായിരുന്നു. ഞാൻ ഇത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു അമ്മയുടെ അനിയത്തിൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയും മാറാൻ സമയമുണ്ട്, ഇല്ലെങ്കിൽ മൂന്നാമത് പൂട്ടാ എന്ന് പറഞ്ഞു. എനിക്കറിയാം എന്താ അവർ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു എല്ലാം ഇറങ്ങിപ്പോയി. പക്ഷെ ഇറങ്ങിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നുണ്ട് എവിടേക്കോ ഇട്ടത്, പിന്നെ മാറാൻ നിവൃത്തിയില്ല. അപ്പം മുരളിയേട്ടനെ ഒതുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൃശ്ശൂർ കൊണ്ട് നിർത്തിയത്. അതിൽ അദ്ദേഹം വീണുപോയി. ഞാൻ മത്സരിക്കുന്നില്ല അറിഞ്ഞ് മാറി നിന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ വടകരയിൽ നിന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞമാതിരി ഷാഫിയുടെ മാതിരി അത്ര ഇത് കിട്ടിയില്ലെങ്കിലും നല്ല വോട്ടിനെ അദ്ദേഹം ജയിച്ചു പോയേനെ. അത് ഈ തൃശ്ശൂർക്ക് വരേണ്ടിയിരുന്നില്ല. കാരണം അച്ഛനായാലും ഞാനായാലും മുരളിയേട്ടനായാലും ഒക്കെ അവിടെ ഇവരുടെ ചില ആളുകൾ, എന്നാൽ തൃശ്ശൂരുകാർ വളരെ നല്ലവരുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ വെറും 900 വോട്ടിനാണ് തോറ്റത്. അതന്ന് സുരേഷ് ഗോപി വന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു മണ്ഡലം പ്രസിഡന്റിനെ ഞാൻ ഇലക്ഷൻ സമയത്ത് കണ്ടിട്ടേ ഇല്ല. പിന്നെ വേറൊരു മണ്ഡലം പ്രസിഡന്റ് ലീവ് എടുത്ത് പോയി, ഓഫീസും പൂട്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ അവിടെ ഇതിനിറങ്ങുമ്പോൾ ഒരു മണ്ഡലം പ്രസിഡന്റ്, 2 മണ്ഡലം പ്രസിഡന്റ് ഇല്ലാണ്ടാണ് ഞാൻ ഇതാക്കണത്. പിന്നെ അന്ന് DC പ്രസിഡന്റായിരുന്ന വിൻസെന്റ്, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇലക്ഷന് 2 ആഴ്ച മുമ്പ് എല്ലാ മണ്ഡലം പ്രസിഡന്റ്മാരെയും മാറ്റി. അപ്പോൾ അവർ മുഴുവൻ എൻ്റെ ശത്രുക്കളായി. അവരുടെ വിചാരം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, പത്മജ പറഞ്ഞിട്ടാണ് മാറ്റിയത്, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അവർ മുഴുവൻ എൻ്റെ ശത്രുക്കളായി. പിന്നെ ഞാൻ എങ്ങനെ ജയിക്കുക? എനിക്ക് ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അവിടുത്തെ പാർട്ടിക്കാരിൽ വളരെ കുറച്ച് ആൾക്കാരെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ വിചാരിച്ച് പോക്ക് കണ്ടപ്പോൾ ഒരു 20,000 വോട്ടിന് ഞാൻ പൊട്ടുന്ന അത്രയും മോശമായിട്ടുള്ള അറ്റാക്കാണ്. എനിക്ക് അതോടുകൂടി സത്യം പറഞ്ഞാൽ മനസ്സും മടുത്തു ഈ കോൺഗ്രസ് പൊളിറ്റിക്സിനോട് എനിക്ക്. കാരണം ഞാൻ 10 കൊല്ലം അവിടെ നിന്ന് പണിയെടുത്തതാണ്, ഒരു ദിവസം പോലും മാറാണ്ട്. എന്നിട്ട് എനിക്കിതാണ്. പിന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ പെണ്ണുങ്ങളെ ജയിപ്പിക്കില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ബിന്ദു കൃഷ്ണ നിന്നു, പിന്നെ ഷാനിമോള് നിന്നു, ഇവരാരും ജയിച്ചിട്ടില്ല. അച്യുതാനെതിരെ മത്സരിപ്പിക്കാൻ
എന്തേ ഒരു അണ്ണ് ധൈര്യമില്ലാണ്ടിരുന്നത് അച്യുതാനന്ദനെതിരെ മറ്റേ ഇവിടെ പോയി മത്സരിക്കാൻ? ലതിക തന്നെ വേണ്ടി വന്നില്ലേ? അപ്പം ലതികേനെ അവിടെ നിറച്ചക്കോഴിയിട്ടിട്ടതാ. പേരിന് ഒരാളെ നിർത്തണമല്ലോ, അതൊരു പെണ്ണാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവർ ധൈര്യപൂർവ്വം പോയി മത്സരിച്ചു. പക്ഷെ ഇതാണ് കോൺഗ്രസ്സിലെ രീതി. അവിടെ പെണ്ണുങ്ങൾ നിന്നിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അത്രമാത്രം സാമ്പത്തികം, അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ വേണം. അതൊന്നും എല്ലാ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഏത് സ്ത്രീകൾക്ക് ഉണ്ടാവും. ഇനി ഒരു വർഷക്കാലമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിന്റെ അതിലേക്കുള്ളൊരു യാത്രയെ എങ്ങനെ കാണുന്നു? കോൺഗ്രസിൻ്റെ യാത്ര ഒട്ടും എനിക്ക് ശുഭകരമായിട്ട് തോന്നുന്നില്ല. കാരണം ആദ്യം ഇവരൊന്ന് ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഇത് വരട്ടെ. പിന്നെ KPC പ്രസിഡന്റ്, ഞാൻ ഒരു വ്യക്തിനെയും ഞാൻ ചെറുതായി കാണണില്ല. പക്ഷെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ്മാർ വന്നു. ഞാൻ ചോദിക്കണത്, MLAക്ക് MP ക്ക് മാത്രമേ സ്ഥാനം കൊടുക്കുള്ളൂ? സാധാരണ പ്രവർത്തകർക്ക് കോൺഗ്രസ് സ്ഥാനം കൊടുക്കില്ലേ? ഇപ്പോൾ സണ്ണി ജോസഫ് അദ്ദേഹം MLA ആണ്, വിഷ്ണുനാഥ് MLA ആണ്, അനിൽകുമാർ MLA ആണ്, മറ്റേ ഷാഫി MP ആണ്. ഇവർക്ക് അവിടുത്തെ ജോലി ചെയ്യോ, KPCയിൽ നോക്കൂ? മനസ്സിലായോ? പിന്നെ ഇതിൽ പലരും, എല്ലാവരും നമ്മളതിൽ പലരും ഒരു DCC പ്രസിഡന്റ് വരെ ആവാനേ ആയിട്ടുള്ളൂ. അവരെ പിടിച്ച് മുകളിലേക്ക് ഇതെന്ന് ഓരോരുത്തരുടെ ദുരുദ്ദേശമാണ്. അവർക്ക് അധികാരത്തിൽ വരാനും പാർട്ടീനെ കയ്യിലാക്കാനുള്ള. അത് നടന്നല്ലോ. ഈ പറഞ്ഞു വരുന്നത് ചില ആളുകൾ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണോ? ആണ്, അതിനെനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ആ ഹൈജാക്ക് ചെയ്യണ കണ്ട് സഹിക്കാൻ പറ്റാണ്ടായിരുന്നു ഞാൻ പുറത്തേക്ക് പോകുന്നത്. കാരണം അവർ തീരുമാനിക്കുന്ന ആളെ അവിടെ വരാൻ പാടുള്ളൂ. കാരണം എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അടിയിൽ ഒപ്പിടാനുള്ള ഒരാൾ മാത്രമായിട്ട് ഇപ്പോൾ KPC പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു പാർട്ടിയിൽ ആര് നിൽക്കും? കുറച്ചും കൂടി കഴിഞ്ഞാൽ ആരും നിൽക്കില്ല. ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവാണ് ശരിക്കും പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഓടി നടന്ന് ഇവിടെ ഉണ്ടാക്കി. പണ്ട് പറയണ കേട്ടിട്ടുണ്ട്, ഈ INTUC ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ലായങ്ങളിലൊക്കെ പോയി കിടന്നുറങ്ങി. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മകളാണ് ഞാൻ. ഞാനത് വിട്ടു പോരണമെങ്കിൽ എത്രമാത്രം മനസ്സും എടുത്തിട്ടായിരിക്കും. എനിക്ക് ആ പ്രസ്ഥാനത്തിനോട് ഒരു വിഷമവും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ നേതാക്കന്മാരെ സഹിക്കാൻ പറ്റില്ല. ഞാനതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എല്ലാവർക്കും നേതാക്കന്മാർക്ക് ഓരോ ജില്ലയിൽ ഓരോ ശിങ്കിടികളുണ്ടാവും. അവരെ നമ്മൾ മണിയടിച്ച് നിന്നില്ലെങ്കിൽ അവർ പറയുന്ന മാതിരിയായിരിക്കും നമ്മുടെ സ്ഥാനങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട് KPC വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ KPC എക്സിക്യൂട്ടീവിലേക്ക് താഴ്ത്തി. ഞാൻ ഉറക്കത്തിന് എണീറ്റപ്പം ഞാൻ അവിടെ നേരെ എന്താ കാരണം? ഞാൻ വല്ല തെറ്റ് ചെയ്തോ? ഇല്ല. അവരുടെ ശിങ്കിടികളായിട്ട് എനിക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് BJPയുടെ ഒപ്പമാണ് ഇപ്പോഴുള്ളത്. ഇനിയൊരു ഇലക്ട്രൽ പൊളിറ്റിക്സ് വരാൻ പോകുന്നു. അതിനൊക്കെ മടങ്ങി വരുമോ? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി വരുമോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതല്ലേ. ഞാൻ ഇതിനും തയ്യാറ്. ഞാൻ എന്തായാലും ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ ശക്തമായിട്ട് എനിക്ക് പറ്റുന്ന ജില്ലകളിൽ, എനിക്ക് മാനസിക ബന്ധമുള്ള, ഇപ്പോൾ തിരുവനന്തപുരം ആയാലും തൃശ്ശൂരായാലും ഒക്കെ ഞാൻ ഏറ്റവും അടുത്ത്, ഞാൻ 3ാം ക്ലാസ് തൊട്ട് തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ള ആളൊക്കെയാണ്. ഈ അടുത്ത ഒരു 10 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ശരിക്കും തൃശ്ശൂർ വന്നിട്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട് അവിടെയാണ്. പിന്നെ തിരുവനന്തപുരം ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും അത് പെറ്റമ്മ അത് പോറ്റമ്മയാണ്. കാരണം തിരുവനന്തപുരം ജില്ല എൻ്റെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി എന്ത് ജോലി ഏൽപ്പിക്കണോ അത് ചെറുതായി. ഞാൻ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് വരെ വർക്ക് ചെയ്ത ആളാണ് കോൺഗ്രസ്സിൽ. ഒരു സ്ഥലത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ലായിരുന്നപ്പോൾ അവിടെ പോയി DCC പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സിൽ. എല്ലാത്തിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പണി എടുക്കണം എന്നൊന്നും എനിക്കില്ല. എനിക്കിങ്ങനെ ആക്റ്റീവായിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇലക്ഷൻ സമയത്ത് എൻ്റെ സഹോദരൻ പറഞ്ഞു ഞാൻ 1.5 കൊല്ലം വർക്ക് അറ്റ് ഹോമായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കരഞ്ഞുപോയി. കാരണം എന്താ വെച്ചാൽ എനിക്ക് 2 കൊല്ലമായിട്ട് എനിക്ക് കുറേ അസുഖങ്ങൾ, സർജറികൾ, ഞാൻ ഇത്തിരി സീരിയസ് ആയി മരിച്ചു എന്ന് വരെ ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ സമയം കിട്ടിയിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോവും, അത് ഞാൻ വീണ്ടും വരും, വീണ്ടും സർജറി, അങ്ങനെയൊക്കെ ആയിട്ട്. എന്നിട്ടും ആ സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ DCC മീറ്റിങ്ങുകൾക്കൊക്കെ പോവും. പറ്റിനൊന്നും പോകാൻ പറ്റില്ല, ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞു. അതെല്ലാം എൻ്റെ ചേട്ടനറിയാം. എന്നിട്ട് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ചേട്ടനോട് ചോദിച്ചാൽ എനിക്ക് എന്തൊക്കെ അസുഖം വന്നേന്ന്, എന്ത് ഭീകരമായിട്ടുള്ള അസുഖങ്ങൾ എനിക്ക് വന്നേന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ട് സ്വന്തം സഹോദരി വർക്ക് അറ്റ് ഹോമായിരുന്നു എന്ന് പറഞ്ഞ. കാരണം ഞാൻ വന്ന് കിടക്കുമ്പോൾ എൻ്റെ അവിടെ കാലിൻ്റെ അവിടെ വന്നിരുന്ന ആൾ കണ്ടിട്ടുണ്ട് ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ കുറേയൊക്കെ. എന്നിട്ടത് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ കരഞ്ഞുപോയി. കാരണം മറ്റേത് മുരളിയേട്ടൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞ 20 കൊല്ലമായിട്ട് എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ ഏട്ടനുള്ളൊരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ ഞാൻ അന്നും കൊടുത്തിരുന്നു. പറഞ്ഞോട്ടെ, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളെന്ന് പറയും. പക്ഷേ ഇതെന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. കാരണം എൻ്റെ ജീവിതത്തിൽ ഡോക്ടേഴ്സൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് സർജറിയുടെ സമയത്ത് പറഞ്ഞു പകുതി ചാൻസേ ഉള്ളൂ, റിസ്ക് എടുത്തിട്ടാണ് സർജറി ചെയ്തത്.
അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താ പറയുക, ഇതെല്ലാം കണ്ട് ഭയങ്കര വെച്ചാൽ നമുക്ക് മാനസിക വേദന, അതിൻ്റെ കൂടെ ശരീരവേദനയും എല്ലാം കൂടി 2 കൊല്ലം ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി, അതുകൊണ്ടാണ് എന്നെ കുറേ കാലമായിട്ട് ഒന്നിലും കാണാണ്ടിരുന്നത്. ഇപ്പം ഞാൻ ആരോഗ്യമൊക്കെ തിരിച്ചെടുത്ത് ഞാൻ പതുക്കെ രംഗത്തേക്ക് ഇറങ്ങി തുടങ്ങി. പക്ഷെ അന്ന് ഉണ്ടായൊരു വേദന, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന. വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയാണ് അപ്പോൾ. ആണ്, കാരണം അതൊക്കെ ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും പറയും ഞാൻ ഇത്ര വയസ്സിൽ കോൺഗ്രസ് വന്നു, ഞാൻ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ അച്ഛൻ MLA ആണ്. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഇതൊക്കെയാണ്, അവരുടെ സംസാരങ്ങൾ, ഇതെല്ലാം കേട്ടാൽ ഞാൻ വളരണം. എനിക്കൊരിക്കലും മാറിക്കാൻ പറ്റില്ല. ഞാൻ വേണ്ടാന്ന് വെച്ചാലും ഞാൻ അതിലേക്ക് വീഴും. കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാണ്ടിരുന്നപ്പോഴും ഏതെങ്കിലും നാട്ടിലെ ഇലക്ഷൻ നടന്നാൽ അപ്പം ഞാൻ TVയുടെ മുമ്പിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും വല്ലേക്കിലും ഇലക്ഷൻ നടന്നതിന് ഇവിടെ എന്താ കിടന്ന് കാണിക്കണേന്ന് ചോദിക്കും. നമ്മളെ അത് മാറില്ല നമുക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരും ഒരേ ഇതായി ഇപ്പോൾ വെറുതെ ഇരിക്കില്ല, അത് ജനങ്ങൾക്ക് വേണ്ടി എന്താവശ്യം ഉണ്ടെങ്കിലും. തൃശ്ശൂരൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് എന്നെ അറിയാം, തൃശ്ശൂരത്തെ ജനങ്ങൾക്ക് എന്നെ ഇപ്പം നല്ലോണം അറിയാം, എനിക്കറിയാം. ബാക്കി എവിടെയും ഞാൻ അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പോയിട്ടില്ല. ഒരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ ഇലക്ഷൻ അങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ. ഇനിയിപ്പോൾ അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഞാൻ പണ്ടൊക്കെ പോയെന്ന മാതിരി എല്ലാ സ്റ്റേറ്റുകളിൽ പോകാനുള്ള ആരോഗ്യമൊക്കെ ദൈവം സഹിച്ച് ഭഗവാൻ തന്നിട്ടുണ്ട്.